ബർജീൽ ജിയോജിത് ഫിനാൻഷ്യൽ സർവീസ് അവതരിപ്പിക്കുന്ന സമ്പാദ്യം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ KV ഷംസുദ്ദീൻ, ബർജീൽ ജിയോജിത് ഫിനാൻഷ്യൽ സർവീസിൻ്റെ ഡയറക്ടറാണ്. ഇന്ന് നമ്മുടെ മുമ്പിൽ ഞാൻ സമ്പാദ്യവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കുന്ന വിഷയം ഫിനാൻഷ്യൽ പ്ലാനിംഗ്, സാമ്പത്തിക ആസൂത്രണം എന്ന ഒരു ഭാഗമാണ്. ഈ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് കേരളത്തിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയാണ്. കേരളീയർ 10% പേർ വിദേശ നാടുകളിലാണ് ജീവിക്കുന്നത്. ഓരോ പ്രവാസിയും 4 നാട്ടിലുള്ള കുടുംബാംഗങ്ങൾക്ക് ജീവിതം നൽകുന്നു എന്ന് കണക്കുകൂട്ടിയാൽ തന്നെ കേരളത്തിൻ്റെ 50% ആളുകളും പ്രവാസികളുമായി ബന്ധപ്പെട്ട് പ്രവാസികളെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഏറ്റവും വലിയ ചർച്ചാ വിഷയമായ ഒരു സംഭവം സമ്പാദ്യം എന്ന വിഷയമാണ്. കാരണം കേരളത്തിൻ്റെ ജനസംഖ്യ എന്ന് പറയുന്നത് 3,44,00,000. ഇതിൽ നിന്ന് 10% പേർ വിദേശത്ത് ജീവിക്കുന്നു. ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാൻ ഊന്നൽ നൽകാൻ കാരണം. ഇന്ത്യയിലേക്ക് പ്രതിവർഷം വിദേശ ഇന്ത്യക്കാർ അയക്കുന്ന പണത്തിൻ്റെ 20% വരുന്നത് കേരളത്തിലേക്കാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിലേക്ക് എത്തിയത് 2 ലക്ഷം കോടിയിൽ കൂടുതലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ടോട്ടൽ ജനസംഖ്യ 144 കോടിയാണ്. കേരളത്തിൻ്റെ ജനസംഖ്യ 3.45 കോടിയാണ്. അവിടേക്കാണ് ഇന്ത്യയിലേക്ക് മൊത്തം അയക്കുന്നതിൻ്റെ 20% ഒഴുകി വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സാഹചര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഇത്രയും പണം ഒഴുകി വന്നിട്ടും നമ്മുടെ കേരളത്തിൽ അതിന് അനുസൃതമായിട്ടുള്ള വികസനം ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും, വ്യാവസായികമായോ മറ്റുള്ള എല്ലാ തരത്തിലും. പക്ഷേ ഒരു വികസിത രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൽ പോയതുപോലെ ധാരാളം വിദേശ വാഹനങ്ങൾ, ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ലക്ഷറി കാറുകൾ, റോഡിൻ്റെ നാനാഭാഗത്തും വലിയ ഭവനങ്ങൾ, വലിയ ഷോപ്പിംഗ് മാളുകൾ, അങ്ങനെ വേണ്ട എല്ലാ ലക്ഷറി ആയിട്ടുള്ള ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ സംഭവിച്ചു പോകുന്നു, ഈ സംസ്ഥാനത്തിന് എന്തുകൊണ്ട് വളർച്ച ഉണ്ടാവുന്നില്ല എന്ന് ചിന്തിക്കുന്നവർ ഉണ്ട് എന്ന് എനിക്ക് വളരെയധികം അറിയാം. കാരണം ഞാൻ തന്നെ ആ ഒരു വിഷയത്തിൽ വളരെ അധികം പഠനം നടത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇങ്ങനൊരു അവസ്ഥ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളതിന് കാരണം പ്രവാസികൾക്കും പ്രവാസികളെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കും ഭരണകർത്താക്കൾക്കും നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും എല്ലാം തന്നെ സാമ്പത്തിക ആസൂത്രണം എന്ന ഒരു വിഷയം അന്യമാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാട്ടിലേക്ക് തിരിച്ചു വന്ന പ്രവാസികളോട് നിരന്തരം അന്വേഷിച്ചപ്പോൾ, നിങ്ങൾ ഗൾഫിൽ വന്ന് തിരിച്ചു വന്നതിന് ശേഷം എങ്ങനെ ജീവിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അതിൽ സസന്തോഷം ജീവിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞവർ കേവലം 5% മാത്രമാണ്. അതേ സമയത്ത് ബാക്കിയുള്ളവരിൽ ചിലർ പറഞ്ഞത്, ഞങ്ങൾ നാട്ടിൽ വന്നതിന് ശേഷം പലപ്പോഴും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ രാത്രിയാണ് കൂടണയുക. എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് കാരണം അവർ പറഞ്ഞത് നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്നതാണ്. കുടുംബത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള സമാധാനം ലഭിക്കുന്നില്ല. ആ സമാധാനം ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവർ ആർക്ക് വേണ്ടി ജീവിച്ചോ അവരിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, മക്കളിൽ നിന്ന് സാമ്പത്തികമായ വേണ്ടത്ര
വരുമാനമില്ലാത്തൊരു സാഹചര്യം വന്നപ്പോൾ അവർക്ക് അസ്വീകാര്യത ഉള്ളവരായി മാറി എന്ന് തോന്നുമ്പോൾ എത്രമാത്രം വേദന ഉണ്ടായിരിക്കും ആ ഓരോരുത്തർക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ വിഷയം തൽക്കാലം ഇവിടെ നിർത്തിക്കൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.